സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ രാമൻ ഉണ്ണിയേട്ടൻ. വളരെ സന്തോഷം. അധിക നേരം ഞാൻ സംസാരിക്കുന്നില്ല. 3 പദങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വദേശി, മറ്റൊന്ന് വിദേശി, അതിൻ്റെ ഇടയിലാണ് പ്രവാസി എന്നുള്ളത്. അപ്പോൾ പ്രവാസിയുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസിയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിനൊരു ചരിത്രമില്ല. ഏതൊരു വീട്ടിൽ ചെന്ന് നോക്കിയാലും ഒരുപക്ഷെ പ്രവാസ ലോകം കേരളത്തിലെത്തുന്നതിന് മുമ്പ്, ഒരുപക്ഷെ ഗൾഫിൻ്റെ സാന്നിധ്യം എത്തുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കിയാൽ പ്രവാസി കേരളത്തിലെ കൊച്ചു കേരളത്തിന് നൽകിയ സംഭാവനകൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. കാരണം വൃത്തിയുള്ള വീടും സംസ്കാര സമ്പന്നമായ ഒരു പെരുമാറ്റവും ശീലങ്ങളും മറ്റു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പ്രവാസത്തിൽ നിന്ന് തന്നെ ലഭിച്ചതാണ്. ഒരുപക്ഷെ ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവാണ് കേരളത്തിന്, നന്മയാണ് കേരളത്തിന് പ്രവാസികളിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നീണ്ട 30 കൊല്ലക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധ്യാപകനായി നിന്നുകൊണ്ടും